ഇനി ഒന്ന് രണ്ട് എൻ്റെ സ്റ്റുഡൻസിൻ്റെ സ്റ്റോറിയിലൂടെ നിങ്ങൾക്ക് ഇന്നത്തെ കോണ്ടന്റ് അല്ലെങ്കിൽ ഇന്നത്തെ ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ ഫസ്റ്റ്, എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഫ്യൂ മന്ത് ബാക്ക്. സോ അവരൊരു ട്രാവൽ ഏജൻസി നടത്തുന്ന ആളായിരുന്നു എറണാകുളത്ത്. അപ്പോൾ അവർ ആദ്യമായിട്ട് ഈ ഫേസ്ബുക്ക് പേജ് സെറ്റ് ചെയ്ത്, കാരണം അവർ ഓൺലൈനിൽ വളരെ കുറവാണ്, പക്ഷേ അവർക്ക് ഏജൻസി ത്രൂ അതേപോലെ തന്നെ റെഫറൽ ത്രൂ ഇഷ്ടം പോലെ, സിംപ്ലി പറഞ്ഞാൽ വാട്സപ്പ് വഴിയും അവർക്ക് ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ മെമ്പർഷിപ്പ് എടുത്ത് നമ്മുടെ കൂടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. സോ അന്ന് ഇതേപോലെ ഫേസ്ബുക്കിൻ്റെ ഒരു ക്ലാസ്സിൽ അപ്പോൾ അവർ ലൈവായി വരികയും അവരുടെ ഫേസ്ബുക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു ഷെയർ ചെയ്തത്. സോ അവർ ബൂസ്റ്റ് പോസ്റ്റിൻ്റെ ക്ലാസ്സൊക്കെ കേട്ടു. ദെൻ ആ സമയത്താണ് അവർ ഒരു അഡ്വർടൈസ്മെൻറ്റ്, ഒരു ലക്ഷദ്വീപ് ടൂർ, അവർ പക്ക സെയിൽസ് ഫോക്കസ് ചെയ്തുള്ള ഒരു ലക്ഷദ്വീപ് ടൂർ പ്ലാൻ ചെയ്തത്. അത് അവർ പെയ്ഡ് ആഡാണ്, ക്രിയേറ്റീവിന് വേണ്ടി പേയ്മെൻ്റ് ഒക്കെ മുടക്കി നിയർലി 10K മുടക്കി അവർ ആ പോസ്റ്റ് സെറ്റ് ചെയ്തു. ദെൻ അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അങ്ങനെ ആ സമയത്താണ് ഈ ബൂസ്റ്റ് പോസ്റ്റിൻ്റെ ക്ലാസ് അവർ കേൾക്കുന്നത്. അത് ഐ തിങ്ക് അവർ യൂട്യൂബിലോ മറ്റോ ഫ്രീ ക്ലാസ് ആണെന്ന് തോന്നുന്നു. സോ ദെൻ അവരെന്ത് ചെയ്തു, ആ ബൂസ്റ്റ് പോസ്റ്റ് ഇങ്ങനെ ചെയ്താൽ ബിസിനസ് കിട്ടും അല്ലെങ്കിൽ പേജിലേക്ക് കിട്ടും എന്ന ഒരൊറ്റ ഇൻഫർമേഷൻ്റെ ബേസിൽ അവർ അതിൽ പെർ 200 എക്സ്പെൻസ് സെറ്റ് ചെയ്ത് അവരൊരു 10 ദിവസത്തേക്ക് ഓടിച്ചു. ആദ്യത്തെ 1-2 ദിവസം 1-2 ലൈക്കുകൾ കിട്ടി. അപ്പോൾ അവർ വിചാരിച്ചു ഡേ ബൈ ഡേ കൂടുതൽ കിട്ടും. 2-3 ദിവസം കഴിഞ്ഞപ്പം ലൈക്കിൻ്റെ എണ്ണം കൂടി. അവർക്ക് ഏകദേശം നിയർലി 1K അടുത്ത് ലൈക്ക് കിട്ടി. പക്ഷേ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഇവർക്ക് കിട്ടിയത് മെജോറിറ്റി ഇവരുടെ ക്ലയൻസ് അല്ല. എസ്പെഷ്യലി ഇവർ ഫോക്കസ് ചെയ്തത് എന്താണെന്ന് പോലും അവർക്കറിയില്ല. ഫേസ്ബുക്ക് എന്ത് ഡീഫാൾട്ട് കൊടുത്തോ അത് അവർ സെറ്റ് ചെയ്തു. ഫൈനലി അവർക്ക് കിട്ടിയത് ലൊക്കേഷൻ ഓൾ ഇന്ത്യ, ഏജ് 20+50, ലാംഗ്വേജ് ഫിൽട്ടർ ചെയ്തില്ല. അപ്പോൾ ഇതിൻ്റെ ഫലമായി അവർക്ക് കിട്ടിയത് മെജോറിറ്റി ആൾക്കാരും മലയാളം അറിയാത്ത നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു. സോ ഇത് എങ്ങനെ അവരെ ബാധിച്ചു എന്നറിയണമെങ്കിൽ അവർ അടുത്ത നമ്മുടെ ക്ലാസ് കിട്ടിയതിന് ശേഷം അവർ ഫേസ്ബുക്കിൽ പുതിയൊരു ആഡ് സെറ്റ് ചെയ്തു. സോ അതിൽ പല ഓപ്ഷൻസ് ഉണ്ട്. കഴിഞ്ഞ ആഡിൻ്റെ ക്ലാസ്സിൽ കാണിച്ചിരുന്നു. നമ്മുടെ പേജ് ഫോളോവേഴ്സിനെ ആദ്യമായിട്ട് നിങ്ങൾ ആഡ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ സിംപ്ലി നിങ്ങൾക്ക് അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്നത് പേജ് ഫോളോവേഴ്സിനെയാണ്. പേജ് ഫോളോവേഴ്സിനെ ചൂസ് ചെയ്തോളാൻ. സോ അതനുസരിച്ച് അവർ സെറ്റ് ചെയ്തു. ദെൻ ഇവർക്ക് മോർ ദാൻ 1000 ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ട് അവർ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. ദെൻ കാര്യം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ ഫോളോവേഴ്സിനും ബേസ് ചെയ്ത് കൊടുത്ത പരസ്യത്തിൽ അവർക്ക് ലീഡ് കിട്ടി. ഏകദേശം ഒരാഴ്ച കൊടുത്തപ്പോൾ ഇതിന് മോർ ദാൻ 50 ലീഡ്സ് അവർക്ക് കിട്ടി. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ അവർ കംപ്ലീറ്റ്ലി അവരുടെ നമ്പറൊക്കെ നോട്ട് ചെയ്ത് ഒരു എക്സൽ ഷീറ്റിലാക്കി അവരുടെ ഓഫീസിലെ സ്റ്റാഫിനെ കോൾ ചെയ്യാൻ ഏൽപ്പിച്ചു. ദെൻ ഫൈനലി ഇവരെല്ലാവരെയും വിളിച്ചു നോക്കി. മെജോറിറ്റി ആൾക്കാർ ഒന്നും റെസ്പോണ്ട് ചെയ്തില്ല. പിന്നെ കുറച്ച് പേർക്ക് ഇവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. അപ്പോൾ റിപ്ലൈ വരുന്നത് മൊത്തം ഹിന്ദിയും വേറെ നമ്മുടെ ഇന്ത്യയിലുള്ള മറ്റു പല മലയാളം ഒഴികെ മറ്റ് ലാംഗ്വേജുകളിലാണ്. ഇവരാകെപ്പാടെ മടുത്തു, നിരാശയായി. എന്നിട്ട് ഒത്തിരി സങ്കടത്തോടു കൂടിയാണ് ഈ കാര്യങ്ങൾ മൊത്തം നമ്മളോട് പറഞ്ഞത്. ലേറ്റർ അവരുടെ ഫേസ്ബുക്ക് പേജ് ഓഡിറ്റ് ചെയ്യുകയും ഇന്ന പ്രശ്നങ്ങളാണ് നിങ്ങൾക്കുള്ളത്, അതിനെ മാറ്റാനുള്ള സൊല്യൂഷൻസ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. സോ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരേ ഒരു കാര്യം ഇതാണ്: നിങ്ങൾ ടാർഗറ്റ് ഓഡിയൻസ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് മസ്റ്റാണോ എന്ന് പല തവണ വെരിഫൈ ചെയ്യണം. വിതൗട്ട് വെരിഫിക്കേഷൻ ഇത് റോങ് ടാർഗറ്റ് ഓഡിയൻസിലേക്ക് പോവുകയും നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് ദെൻ അതിൻ്റെ ഓപ്പോസിറ്റ് സംഭവിക്കുകയും ചെയ്യും. സോ 1-2 റീല് മാത്രം കണ്ട് നിങ്ങൾ ഡയറക്റ്റ് ബൂസ്റ്റ് പോസ്റ്റോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങോ ചെയ്യുമ്പോൾ അതിനു മുമ്പ് നിങ്ങൾ കുറച്ചധികം ക്ലാസ്സുകളെങ്കിലും കേൾക്കുക, അതിനനുസരിച്ച് സംശയങ്ങൾ ചോദിച്ചു പഠിക്കുക. അപ്പം ഇതേ പ്രശ്നങ്ങൾ ഇനിയും വരാതിരിക്കാൻ നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. സോ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജിയിലേക്ക് ഞാൻ പറയും. ഹിറ്റ് ക്ലിക്സ് ഫൗണ്ടേഴ്സ് ക്ലബിലേക്ക് സ്വാഗതം.